ഗുഡ് മോർണിംഗ്. ചെടികളെയും പൂക്കളെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റോസ് ഗാർഡൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ബൊഗൈൻവില്ല പ്ലാന്റ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണേ, അതും കോംബോ ഓഫറിൽ. അപ്പോൾ കോംബോ ഓഫറിൽ പ്ലാന്റുകൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സുവർണ്ണ അവസരമാണ്. അപ്പോൾ നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ഗാർഡനിലൊക്കെ ഈ ബൊഗൈൻവില്ല പ്ലാന്റ്സ് ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്ന സമയങ്ങളാണ്. എന്തോരം ഭംഗിയാന്ന് നോക്കി, പല പല കളറുകളിലാണ് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത്. നമുക്കറിയാം ഹൈബ്രിഡ് വെറൈറ്റീസ് ഇപ്പം ഇല കാണാതെ പൂക്കുന്ന വെറൈറ്റികളാണ്. ഈ ഒരു പ്ലാന്റ് തന്നെ കണ്ടോ, ലൈലാക് ഫോർമോസ. എന്തോരം പൂക്കളാന്ന് നോക്കി, എന്തോരം ഭംഗിയാ ഈ കളർ തന്നെ കാണാനായിട്ട്. നിറഞ്ഞ് പൂത്ത് നിൽക്കുക. ഒറ്റ ചെടിയിലെ പൂക്കളാണ് ഇത്രയും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നല്ലപോലെ ഇഷ്ടമുള്ള കളറാണേ. നമ്മൾ ഈ പല കളറുകളിലെ ചെടികളെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോൾ എന്തോരം ഭംഗിയാണ് കാണാനില്ലയോ. നമ്മുടെ ഗാർഡനിലുള്ള ചെടികളെല്ലാം എല്ലാം കാണാതാണ് പൂത്ത് നിൽക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ പൂക്കളൊന്നും പെട്ടെന്ന് അങ്ങനെ പൊഴിഞ്ഞു പോകുന്നില്ല. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, പൂക്കളൊക്കെ ഒരു മാസത്തിൽ കൂടുതലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പം അതിന് ഉള്ള ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു തന്നിരുന്നു. മാത്രമല്ല ഇതുപോലെ ഇല കാണാതെ പൂക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ വളം കൊടുക്കുന്നതെന്നൊക്കെ പലരും എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ പല വീഡിയോയിലും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലൊക്കെ ചെയ്താൽ മതി. നമ്മുടെ പൂക്കളുടെ കളറുകളൊക്കെ ഇങ്ങനെ നല്ല കളർഫുള്ളാകാനും ഒക്കെ നമ്മൾ കൊടുക്കുന്ന വളവും സൂര്യപ്രകാശത്തിനും അതിനൊക്കെ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ വളങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ 15 ദിവസം കൂടി വളങ്ങൾ കൊടുക്കണം. മാറി മാറി നമ്മൾ വളങ്ങൾ കൊടുക്കണം. ഒരു വളം തന്നെ നമ്മൾ ഒരിക്കലും കൊടുക്കരുതേ. ഈ പൂക്കളൊക്കെ കണ്ടോ, ഇതിലെ കളറുകൾ കണ്ടില്ലേ, എന്ത് ഭംഗിയാ. നമ്മൾ രാവിലെയൊക്കെ നമ്മുടെ ഗാർഡനിൽ കൂടെ ഒന്ന് നടക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് കിട്ടുന്നത്. ചിത്രയുടെ പൂക്കളാണ്, ചിത്ര. ഈ ബ്ലൂ ഓറഞ്ച് ഐസ് നോക്കിയേ, എന്തോരം ഭംഗിയാന്ന് നോക്കിയേ. ഇതിൻ്റെ ആ ഓറഞ്ച് കളറും അതുപോലെ ഈ ഇലയുടെ ആ വേരിയേഷനും വെറിഗേറ്റഡ് ആയിട്ടുള്ള ലീഫും ഇതെല്ലാം കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ് ചെടി കാണാൻ. പൂക്കളില്ലാത്തപ്പം പോലും ഇതുപോലുള്ള ചെടികളൊക്കെ നമുക്ക് നല്ല കളർഫുള്ളാക്കുന്നേ നമ്മുടെ ഗാർഡൻ. ഇത് നമ്മുടെ പൂനെ വൈറ്റാണേ, നിറഞ്ഞു പൂക്കുന്ന ഒരു ചെടിയാണേ. ഇതിൻ്റെ പൂക്കൾ കണ്ടില്ലേ, നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ. നമുക്കിത് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റും. നമ്മുടെ തിമായുടെ പ്ലാന്റ് ആണ്. ഇതൊക്കെ റെയർ വെറൈറ്റീസാണ്. പിങ്കും അതുപോലെ മജന്ത, പിങ്കും വൈറ്റും കൂടെയുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. ഇത് നമ്മുടെ മൊണാലിസ റെഡ്, നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇത് നമ്മുടെ ട്രൈ കളറാണ്, ഫോക്സ് ടെയിലിൻ്റെ. ഇത് ലാസ്റ്റ് പൊഴിയാറാകുമ്പോൾ പിങ്ക് കളറിലാണ് ഇതിൻ്റെ പൂക്കൾ വന്ന് നിൽക്കുന്നത്. ഇതിൻ്റെ പൂക്കൾ കുറേ ദിവസം നിൽക്കുന്നുണ്ട്. നമ്മൾ പൂക്കളിലേക്ക് വെള്ളം ഒഴിക്കാതിരുന്നാൽ മതി. നമ്മൾ ചുവട്ടിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെച്ച് കൊടുത്താൽ മതി. ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുത്താൽ മതി. നമ്മുടെ 21 ജുവൽസിൻ്റെ യെല്ലോ കണ്ടോ, നല്ല ഭംഗിയുള്ള കളറാണ്. യെല്ലോയും ക്രീമും എല്ലാം കൂടാണ് ഇതിൻ്റെ കളറ്. നല്ല പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ കിങ് ഓറഞ്ച് കണ്ടോ, എവിടെ ഇരുന്നാലും നല്ല ഇടുപ്പുള്ളൊരു കളറാണ് കിങ് ഓറഞ്ച്. മാത്രമല്ല ഇല കാണാതെ പൂക്കും. ചെറിയ ചെടിയാണെങ്കിൽ പോലും അതിൽ നിറഞ്ഞു പൂക്കുന്ന ചെടിയാണ്, പ്ലാന്റാണ് ഇത്. പിന്നെ മഹാറായുടെ പ്ലാന്റിൻ്റെ കാര്യം പറയണ്ടല്ലോ, അതിലൊക്കെ നിറയെ പൂക്കളിടുന്ന ചെടിയാണ്. പിന്നെ നമ്മുടെ വൈറ്റ്, അത് സൺറൈസ് വൈറ്റ് ഉണ്ട്, നോക്കിയേ. പൂനെ വൈറ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു. അത് കഴിഞ്ഞ് ചില്ലി വൈറ്റ് ഉണ്ട്, ഹവായ് വൈറ്റ് ഉണ്ട്, ഗ്രീൻ ആപ്പിളുണ്ട്. അങ്ങനെ കുറേ വൈറ്റ് പ്ലാന്റുകളുണ്ട്. നമുക്ക് എത്ര കളറുകളിലെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും വൈറ്റ് നമുക്ക് എപ്പോഴും വേണം. ആ ചെടിയുടെ ഇടയ്ക്കൊക്കെ വൈറ്റ് ഇരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ ഫൈറോപ്പാൽ ഓറഞ്ച് കണ്ടോ, എന്തോരം ഭംഗിയുള്ള കളറാന്ന് നോക്കി. നമ്മളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ് ഫൈറോപ്പാൽ ഓറഞ്ച്. അപ്പോൾ ഇതുപോലെ ഇല കാണാതെ പൂക്കുന്ന ഫൈറോപ്പാൽ ഓറഞ്ചിൻ്റെ പ്ലാന്റ് ഉണ്ട് നമ്മുടെ ഇന്നത്തെ കോംബോയിലെ. അതാണ് ഒന്നാമത്തെ പ്ലാന്റ്. ഇന്നത്തെ കോംബോയിൽ ആദ്യത്തെ പ്ലാന്റ് ഈ നമ്മൾ ഈ കാണിക്കുന്ന പ്ലാന്റ് തന്നെയാണ് നമ്മുടെ കോംബോയിൽ നമ്മൾ കൊടുക്കുന്നത്. കണ്ടോ, നിറച്ച് മുട്ടുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കണ്ടോ. ഇത്രയും വലിയ പ്ലാന്റാണ്, തീരെ ചെറിയ പ്ലാന്റ് ഒന്നും അല്ല കേട്ടോ. അപ്പോൾ
അടുത്ത നമ്മുടെ കോംബോയിലുള്ള പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കിങ് ഓറഞ്ചാണേ. കണ്ടോ എന്ത് മനോഹരമായിട്ടാണ് നോക്കി ഇതിൻ്റെ പൂക്കൾ നിൽക്കുന്നത്. അപ്പോൾ കിങ് ഓറഞ്ചും ഫൈറോപ്പാൽ ഓറഞ്ചും അങ്ങനെ 2 പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത്. രണ്ടിൻ്റെയും കളറ് ഡിഫറെൻ്റ് ആണേ. ഇത് നല്ല ഭംഗിയുള്ള കളറാണ്. നമുക്കറിയാം ഫൈറോപ്പാൽ ഓറഞ്ചിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ നല്ല തീ കത്തുന്ന പോലുള്ള കളറാണ്. ഇത് കണ്ടോ, ഇതിൽ നിറച്ച് പൂക്കളും ഉണ്ടാകുന്ന പ്ലാന്റാണ്. അപ്പം ഈ 2 പ്ലാന്റിന് 500 രൂപയാണേ നമ്മുടെ കോംബോയിലുള്ളത്. അപ്പം നിങ്ങൾ ഈ കോംബോയിൽ പ്ലാന്റുകൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ. അപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ കോംബോ ഓഫർ വയ്ക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പ്ലാന്റുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബെല്ലൈക്കണം ഓളെന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.